ഇവിടെ നിന്ന് ഐദർ ഫ്രം ഓൾഡ് NIFE ഓർ ഫ്രം ദ കറണ്ട് ISST പഠിച്ചിറങ്ങി ജോലി ലഭിച്ച അത്തരം വിദ്യാർത്ഥികളെ കാണാത്ത വില്ലേജസ് കേരളത്തിലുണ്ടാവില്ല. ആൻഡ് ദ ഫണി തിങ് ഈസ് ദി ആവറേജ് ഏജ് ഗ്രൂപ്പ് ഓഫ് ദ സെയിൽസ് പേഴ്സൺ ദെയർ വാസ് ഇൻ ദി റേഞ്ച് ഓഫ് അറൗണ്ട് 50 to 55 years old. ഐക്കൺസ് ഓഫ് ഇന്ത്യയുടെ ഇന്നത്തെ ഈ ഒരു അധ്യായത്തിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ എത്തിയിട്ടുള്ളത് നമ്മുടെ സ്വന്തം എറണാകുളം ജില്ലയിലെ പാലാരിവട്ടത്താണ്. ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ അഭിമാനപൂർവ്വം പരിചയപ്പെടുത്താൻ പോകുന്ന അതിഥി നമ്മുടെ സ്വന്തം MV തോമസ് സാറാണ്. അദ്ദേഹത്തിൻ്റെ ഇത്രയും വർഷത്തെ ജീവിത അനുഭവങ്ങളും വിശേഷങ്ങളും എല്ലാം അദ്ദേഹത്തോട് തന്നെ നമുക്ക് ചോദിച്ചറിയാം. അതിനു മുന്നേ അദ്ദേഹത്തെ ഈ ഒരു പ്രോഗ്രാമിലേക്ക് നമുക്ക് ഹാർദവമായ സ്വാഗതം ചെയ്യാം. നമസ്കാരം സർ. നമസ്കാരം. താങ്ക് യു. ഒരുപാട് നന്ദിയുണ്ട്. ഇന്ന് തിരക്കാണ് അറിയാം, പക്ഷെ എന്നാലും നമുക്ക് വേണ്ടി ഈ ഒരു പ്രോഗ്രാമിന് വേണ്ടിയിട്ട് സമയം തന്നതിന് ഒരുപാട് നന്ദിയുണ്ട്. സാർ കുട്ടിക്കാലത്ത് പഠിച്ചതൊക്കെ എവിടെയാണ്? ഞാൻ ജനിച്ച് വളർന്നത് വൈപ്പിൻകരയിൽ കുഴുപ്പള്ളി എന്ന് പറയുന്ന ഒരു ചെറിയ ഗ്രാമത്തിലാണ്. 5ാം ക്ലാസ് വരെ ഞാൻ പഠിച്ചത് കുഴുപ്പള്ളിയിലെ പള്ളിവക സെൻറ്റ് ഗ്രിഗോറിയസ് സ്കൂളിലാണ്. ഓക്കെ. 5ാം ക്ലാസ്സിന് ശേഷം ഞാൻ എനിക്ക് തോന്നുന്നത് 6ാം ക്ലാസ്സിൽ പകുതിയായിരിക്കുമ്പോഴോ മറ്റോ ചെന്നൈയിൽ ഡോൺ ബോസ്കോ അച്ഛന്മാരുടെ കൂടെ അവരുടെ കൂടെ ഡോൺ ബോസ്കോ സ്കൂളിലാണ് പഠിച്ചത്. 10ാം ക്ലാസ് വരെ 10ാം ക്ലാസ് അവിടെ പൂർത്തിയാക്കിയില്ല. അതിന് മുമ്പ് കേരളത്തിലേക്ക് തിരിച്ചു വന്നു. അപ്പം ഈ ഡോൺ ബോസ്കോ സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ തീർച്ചയായിട്ടും ഈ അച്ഛന്മാരുടെയൊക്കെ കൂടെ നിൽക്കുമ്പോൾ നമുക്ക് എപ്പോഴെങ്കിലും ഒരു അച്ഛൻ പട്ടത്തിനോട്ട് പോകണമെന്നൊരു ആഗ്രഹം എന്തെങ്കിലും തോന്നിയിട്ടുണ്ട്? അമ്മയ്ക്ക് അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു, ഓക്കെ, എന്നെ ഒരു അച്ഛനാക്കണമെന്നുള്ള. പക്ഷെ സ്വാഭാവികമായിട്ടും എനിക്കതിനോട് പൂർണ്ണമായ യോജിപ്പില്ലാത്തത് കൊണ്ട് ഞാൻ തിരിച്ചു പോന്നു. നമ്മൾ ഈ സിനിമ കാണും പോലെയൊക്കെ തന്നെ. അതെ, വാസ്തവം, വളരെ വാസ്തവം. ഓക്കെ. അപ്പോൾ തിരിച്ചു പോന്നു. പിന്നീടുള്ള വിദ്യാഭ്യാസം മുഴുവൻ കേരളത്തിലായിരുന്നു. ഞാൻ 10ാം ക്ലാസ് പാസ്സായത് പറൂര് സമൂഹം ഹൈസ്കൂളിൽ നിന്നാണ്. ഓക്കെ. കാരണം അന്നത്തെ കാലത്ത് വൈപ്പിൻകരയുടെ പരിസരത്ത് എങ്ങും തന്നെ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾസ് ഉണ്ടായിരുന്നില്ല. അപ്പോൾ അവിടെ ഏറ്റവും അടുത്തുള്ള ഒരു ഇംഗ്ലീഷ് മീഡിയം സ്കൂള് പറൂര് സമൂഹം ഹൈസ്കൂളാണ്. ഞാൻ അതിന്നും ഓർക്കുന്നുണ്ട്. കാരണം ഞാൻ അന്നവിടെ ക്ലാസ്സിൽ വരുമ്പോൾ ബാക്ക് ബെഞ്ചിൽ ഒരൊറ്റ വിദ്യാർത്ഥിയാണ് ഇരിക്കുന്നത്. അത് കേരളം അറിയുന്ന വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു കവിയാണ്, ശ്രീ ബാലചന്ദ്രൻ ചുള്ളിക്കാട്. അപ്പോൾ ക്ലാസ്മേറ്റ് ആയിരുന്നല്ലേ? അതെ, ബാലചന്ദ്രൻ ചുള്ളിക്കാടിൻ്റെ കൂടെ ബാക്ക് ബെഞ്ചിൽ ഞാനും ഓക്യുപ്പൈ ചെയ്തു. നമ്മുടെ APJ അബ്ദുൽ കലാം സാർ പറഞ്ഞ പോലെ ബാക്ക് ബെഞ്ചേഴ്സ് ആണ് ഹിസ്റ്ററി ക്രിയേറ്റ് ചെയ്യുന്നത്. ഓക്കെ. അതിനുശേഷം ഞാൻ +2 പഠിച്ചത് UC കോളേജിലാണ്, ആലുവ UC കോളേജിൽ. ശേഷം ഗ്രാജുവേഷൻ ചെയ്തത് മഹാരാജാസ് കോളേജിലാണ്, എറണാകുളം മഹാരാജാസ് കോളേജ്. മഹാരാജാസ് കോളേജിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ വളരെ ശക്തമായ വിദ്യാർത്ഥി രാഷ്ട്രീയത്തിൽ ഉണ്ടായിരുന്നു. ഏതായിരുന്നു പാർട്ടി? ഞാനൊരു ഇടതുപക്ഷ അനുഭാവിയായിരുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും വീട്ടിൽ ഒരു കോൺഗ്രസ് ഫാമിലിയിൽ നിന്നാണ് ഞാൻ വരുന്നത്. എൻ്റെ അപ്പച്ചൻ ഒരു വളരെ സ്ട്രിക്റ്റ് ഡിസിപ്ലിനേറിയൻ ആയിരുന്നു. ഹൈസ്കൂൾ ഹെഡ് മാസ്റ്റർ ആയിരുന്നു. പിന്നെ പറയണ്ട. ഗവൺമെൻറ് സ്കൂളുകളിൽ, കേരളത്തിൻ്റെ വിവിധ ഗവൺമെൻറ് ഹൈസ്കൂളുകളിൽ ഹെഡ് മാസ്റ്ററായിട്ട് ജോലി ചെയ്ത് പരിചയമുള്ള ആളായിരുന്നു അദ്ദേഹമായിരുന്നു. വീട്ടിലൊക്കെ നല്ല സ്ട്രിക്റ്റ് ആയിരുന്നിരിക്കുമല്ലോ? വീട്ടിൽ വളരെ സ്ട്രിക്റ്റായിട്ട് വളർത്തിയതാണ്. കുഴുപ്പള്ളിയിലെ മാളിയേക്കൽ ഫാമിലി എന്ന് പറയും, അവിടെ അറിയപ്പെടുന്ന ഒരു ജന്മി കുടുംബത്തിൽ നിന്നാണ് ഞാൻ ജനിച്ചു വളർന്നത്. ഓക്കെ. അപ്പോൾ സ്വാഭാവികമായിട്ടും അപ്പച്ചന്
എളുപ്പം അംഗീകരിക്കാവുന്ന ഒന്നായിരുന്നില്ല പാർട്ടി. അതെ, ഒരു ഒന്ന് രാഷ്ട്രീയം, രണ്ട് ഒരു ഇടതുപക്ഷ രാഷ്ട്രീയം. അപ്പോൾ അപ്പച്ചൻ്റെ ഒരു തീരുമാനത്തിലേക്ക് വന്നു, രാഷ്ട്രീയമായിട്ട് മുന്നോട്ട് പോകണമെങ്കിൽ വീടിന് പുറത്ത്, രാഷ്ട്രീയം ഉപേക്ഷിച്ച് ഇവിടെ എന്നോടൊപ്പം കണ്ടിന്യൂ ചെയ്യണമെങ്കിൽ ഒരു തടസ്സവുമില്ല. അന്ന് ഞാൻ മറിച്ചൊരു തീരുമാനമാണ് എടുത്തത്, രാഷ്ട്രീയമായിട്ട് മുന്നോട്ട് പോകാം. വീട്ടിൽ നിന്ന് ഇറങ്ങി. അപ്പോൾ അന്നൊരു ജോലിയാണ് ഏറ്റവും അത്യാവശ്യം. അപ്പോൾ അന്ന് മഹാരാജാസ് കോളേജിൽ നിന്ന് പഠിച്ചിറങ്ങിയെങ്കിലും കോളേജ് ഹോസ്റ്റലിൽ കുറച്ച് ആക്സസ് ഉള്ളത് കൊണ്ട് കുറച്ച് നാൾ ഹോസ്റ്റലിൽ പിടിച്ചു നിൽക്കാൻ സാധിച്ചു. അപ്പോൾ ഒരു ജോലിക്ക് വേണ്ടി അത്യാവശ്യമായിട്ട് അന്വേഷിച്ച് അന്നൊരു ജോലി കിട്ടിയത് പഴയ മേനോൻ ആൻഡ് കൃഷ്ണൻ എന്ന് അറിയപ്പെടുന്ന വലിയൊരു ട്യൂട്ടോറിയൽ കോളേജുണ്ട് എറണാകുളത്ത്. അന്ന് കേരളം മുഴുവൻ അറിയപ്പെടുന്ന മിസ്റ്റർ മേനോൻ നടത്തുന്ന വളരെ ഫേമസ് ആയിട്ടുള്ളൊരു ട്യൂട്ടോറിയൽ കോളേജാണ്. ആയിരക്കണക്കിന് വിദ്യാർത്ഥികൾ പഠിക്കുന്ന ഏതാണ്ടൊരു നല്ല പ്രൊഫഷണൽ കോളേജ് പോലത്തെ സംവിധാനമാണ്. അവിടെ ഒരു ഇംഗ്ലീഷ് ലെക്ചററുടെ വേക്കൻസി ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ കേരളത്തിന് പുറത്ത് പഠിച്ചിരുന്നത് കൊണ്ടും ഇംഗ്ലീഷ് നന്നായിട്ട് അറിയാമായിരുന്നത് കൊണ്ടും പലരും എൻ്റെ അടുത്ത് റെക്കമെൻഡ് ചെയ്തത് യു മേ ഗെറ്റ് എ ജോബ് ഇൻ മേനോൻ ആൻഡ് കൃഷ്ണൻ. അങ്ങനെ ഞാൻ അവിടെ ചെന്ന് മേനോൻ ആൻഡ് കൃഷ്ണൻ മിസ്റ്റർ മേനോൻ എനിക്ക് ഷേക്സ്പിയറിൻ്റെ ഒരു പ്രത്യേക ഭാഗം എടുത്ത് തന്നിട്ട് ക്ലാസ് എടുക്കാൻ പറഞ്ഞു. ഞാനിതൊക്കെ വളരെ ഭംഗിയായി പഠിച്ചുകൊണ്ടിരുന്ന കാലത്ത് പഠിച്ചിട്ടുള്ളതായതുകൊണ്ട് എളുപ്പം കൈകാര്യം ചെയ്യാൻ പറ്റി. ഈ അപ്പോയിൻറ്റഡ് മീ ദേ, സ്പോട്ടിൽ അപ്പോയിൻ്റ് ചെയ്തു. അങ്ങനെ നിൽക്കുമ്പോൾ ചെന്നൈയിൽ നിന്ന് ഒരു ബ്രിട്ടീഷ് കൊളാബറേറ്റഡ് കമ്പനി ബൈ ദ നെയിം ചപ്പ് സ്റ്റീലേജ്, അവർ ഫയർ പ്രൊട്ടക്ഷൻ സിസ്റ്റംസ് ഒക്കെ ഡിസൈൻ ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യുന്ന കമ്പനിയാണ്. അപ്പോൾ അവർ ഒരു ജൂനിയർ മാനേജ്മെൻറ്റ് ലെവലിൽ ഒരു സെയിൽസ് ഓറിയൻറ്റേഷനിലുള്ള ഒരു പൊസിഷൻ, ഏരിയ സെയിൽസ് സൂപ്പർവൈസർ. അപ്പോൾ അത്തരം ഒരു ഓപ്പണിങ്സ് പേപ്പറിൽ കണ്ടിട്ട് ഐ അപ്ലൈഡ് ഫോർ ഇറ്റ്. അപ്പോൾ അതിൻ്റെ ഇനീഷ്യൽ ഇൻ്റർവ്യൂ വാസ് ദെയർ അറ്റ് ചെന്നൈ. സോ ഐ വെൻറ്റ് ഫോർ ദി ഇൻ്റർവ്യൂ, ബട്ട് ഐ ഡിഡ്ന്റ് ഹാവ് എനി പ്രയർ experience of working in sales. But I was good at speaking. I was good at convincing people. Marketing. I was also good at handling people. Because being in politics, having handled student politics, so ഏത് തരത്തിലുള്ള ആൾക്കാരെ വന്നാലും നമുക്ക് നേരിടാൻ പറ്റും. ആരെയും നമുക്ക് അഭിമുഖീകരിക്കാൻ സാധിക്കും. ആരോടും ഭംഗിയായി സംസാരിക്കാൻ സാധിക്കും. ആൻഡ് മോർ ഇമ്പോർട്ടൻ്റ് ഈസ് ഐ വാസ് ഗുഡ് അറ്റ്, ദാറ്റ്സ് വാട്ട് ഐ ഹവ് ഹേർഡ് ഫ്രം മൈ ഫ്രണ്ട്സ്, ഐ വാസ് ഗുഡ് അറ്റ് സോൾവിങ് പ്രോബ്ലംസ്. അങ്ങനെ ഐ വാസ് അപ്പോയിൻറ്റഡ്. ചെന്നൈയിൽ ഈ കമ്പനിയുടെ ഏരിയ സെയിൽസ് സൂപ്പർവൈസറായിട്ട് 1977 ഐ വാസ് ഗെറ്റിംഗ് അപ്പോയിൻറ്റഡ്. ദാറ്റ്സ് മൈ ബിഗിനിങ്. അവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്തത്. വീട്ടിൽ നിന്ന് അച്ഛൻ ചോദിച്ച ഒരു ചോദ്യമുണ്ട്, അതായത് നിനക്കൊന്നുകിൽ രാഷ്ട്രീയം അല്ലെങ്കിൽ വീട് എന്ന് പറഞ്ഞിട്ട് സാർ രാഷ്ട്രീയം ചൂസ് ചെയ്തിട്ട് പുറത്തോട്ട് ചെന്ന് പോയിട്ട് സാർ ആദ്യം നിന്ന സാലറി 300 rupees സാലറിക്ക് നിന്നെന്ന് പറയുമ്പം സെയിം അച്ഛൻ ചെയ്തുകൊണ്ടിരുന്ന സെയിം തൊഴിലാണ്. അന്ന് സാർ അതെന്തെങ്കിലും ഒരു കമ്പയർ ചെയ്ത് നോക്കിയിട്ടുണ്ടോ? എന്തെങ്കിലും സാറിൻ്റെ മനസ്സിൽ സ്ട്രൈക്ക് ആയിട്ടുണ്ടോ? അന്ന് അങ്ങനെ അതൊരു റാഷ് ഡിസിഷനായിരുന്നു, ഒരു വാശിയിലുള്ള ഡിസിഷനായിരുന്നു. ആ ഡിസിഷൻ വിജയിപ്പിക്കണമെന്നുള്ളതായിരുന്നു മനസ്സിലെ ധാരണ. പക്ഷെ അതത്ര എളുപ്പമല്ലെന്ന് പെട്ടെന്ന് മനസ്സിലായി. ഒന്നുകിൽ ഫുൾ രാഷ്ട്രീയം അല്ലെങ്കിൽ ജോലി, ഇത് രണ്ടും ഒത്തൊരുമിച്ച് കൊണ്ടുപോകുക അത്ര എളുപ്പമല്ലെന്ന് പെട്ടെന്ന് മനസ്സിലായി. അതുകൊണ്ടാണ് ഞാൻ അന്ന് വിദ്യാർത്ഥി രാഷ്ട്രീയവും യുവജന രാഷ്ട്രീയവും എല്ലാം ഉപേക്ഷിച്ച് ഒരു കരിയർ തേടി മുന്നോട്ട്. നമ്മുടെ ഫാമിലി എല്ലാം, നമ്മുടെ ഈ കുട്ടിക്കാലം, സാറിൻ്റെ ഉള്ളിലുണ്ടായിരുന്ന ആ ഒരു പൊളിറ്റിക്സ് എല്ലാം നമ്മൾ മറന്നിട്ടാണ് നമ്മൾ ഈ ഒരു ചെന്നൈ എന്ന് പറയുന്ന നഗരത്തിൽ ചെന്ന് നമ്മൾ ജോലി ചെയ്യുന്നത്. അപ്പോൾ സ്റ്റാർട്ടിങ് സമയത്ത് നമുക്ക് പലതരത്തിലുള്ള സ്ട്രഗിൾസ് ഉണ്ടാവും.
ആ ഒരു സ്ട്രഗിൾ പീരീഡൊക്കെ സാർ എങ്ങനെ ഓവർകം ചെയ്തത്? അതിന് രണ്ട് കാര്യങ്ങൾ എനിക്ക് അനുകൂലമായിട്ട് വന്നു. ഒന്ന്, ഡോൺ ബോസ്കോ സെമിനാരിയിൽ എനിക്ക് കിട്ടിയ പരിശീലനം, അച്ഛന്മാരുടെ കൂടെയുള്ള പരിശീലനം, 5-6 വർഷത്തെ പരിശീലനം, വിവിധ മേഖലകളിൽ ശോഭിക്കാവുന്ന അടിത്തറ പാകിയത് അവിടെയാണ്. രണ്ടാമത്തത് തീർച്ചയായും രാഷ്ട്രീയത്തിൽ 2-3-4 വർഷം ഫുൾ ടൈം രാഷ്ട്രീയത്തിൽ, അത് വിദ്യാർത്ഥി രാഷ്ട്രീയത്തിൽ ഞാൻ 3,000-4,000 വിദ്യാർത്ഥികൾ പഠിക്കുന്ന മഹാരാജാസ് കോളേജ് യൂണിയൻ സെക്രട്ടറി ആയിരുന്നു. വളരെ പ്രക്ഷുബ്ധമായ ഒരു കോളേജ് കൊണ്ടു നടക്കുക എന്നുള്ളത് അത്ര എളുപ്പമുള്ള ഒരു കാര്യമല്ല. അപ്പോൾ നമ്മൾ സിനിമയിൽ കാണുന്ന ഫൈറ്റൊക്കെ റിയൽ ലൈഫിൽ നല്ല അവിടെ നിന്ന് വലിയൊരു അനുഭവ സമ്പത്താണ് ഞാൻ നേടിയെടുത്തത്. ഓക്കെ. അപ്പോൾ ഇത് രണ്ടും വളരെയധികം എന്നെ സഹായിച്ചിട്ടുണ്ട് എൻ്റെ കരിയറിൽ മുന്നോട്ട് പോകാനായിട്ട്. ഞാൻ അവിടെ ഏരിയ സെയിൽസ് സൂപ്പർവൈസറായിട്ട് 21 വയസ്സിലാണ് ജോയിൻ ചെയ്യുന്നത്. 21 ഏജിൽ? ഓക്കെ. അറ്റ് ദ ഏജ് ഓഫ് 21. ഞാൻ അന്നവിടെ ചെല്ലുമ്പോൾ അവിടെ ദർ വാസ് എ ടീം ഓഫ് അറൌണ്ട് 12 to 15 സെയിൽസ് പീപ്പിൾ whom I had to control. I didn't have any experience in sales. Okay. I was a fresher. And the funny thing is, the average age group of the salesperson there was in the range of around 50 to 55 years old. അവരെയാണ് സാർ കൺട്രോൾ ചെയ്യേണ്ടത്. Some of them were as old as my father. Okay. And that was a great experience. That, in fact, really paved the building blocks for me. Okay. അവരുടെ സൈഡിൽ നിന്നൊക്കെ നല്ല സപ്പോർട്ട് ഉണ്ടായിരുന്നു? നല്ല സപ്പോർട്ടായിരുന്നു. എനിക്ക് അതൊരു വലിയ ബിൽഡിംഗ് ഗ്രൗണ്ടായിരുന്നു. ആൻഡ് ഇറ്റ് വാസ് എൻ എക്സലൻറ്റ് കമ്പനി ബിക്കോസ് ഓഫ് ദെയർ ബ്രിട്ടീഷ് കൊളാബറേഷൻ. ഇറ്റ് വാസ് എ ഗുഡ് കോർപ്പറേറ്റ് കമ്പനി. ഓക്കെ. ഓൾ ഇന്ത്യ ലെവലിൽ സെയിൽസ് മാനേജർ ഓഫ് ദി ഇയർ എന്നുള്ളൊരു അവാർഡുണ്ട്. ആ അവാർഡ് ആ വർഷം 1978 സൗത്ത് ഇന്ത്യയിൽ നിന്ന്, ചെന്നൈയിൽ നിന്ന് എനിക്കാണ് കിട്ടിയത്. അതും ആ നെക്സ്റ്റ് ഇയറിൽ തന്നെ? ഫസ്റ്റ് ഇയറിൽ തന്നെ. ഓക്കെ. ആൻഡ് ദെൻ for the next 7-8 years, I think 9 years, continuously at various occasions, either the first or the second. അതിനുശേഷം I resigned from there and I joined the HCL group, Hindustan Computers, HCL group of companies. Worked there because I wanted to come back to Cochin. കേരളത്തിലേക്ക് തിരിച്ചു വരണമെന്ന് വലിയ ആഗ്രഹമായിരുന്നു. അപ്പോൾ അത് കാരണം അന്ന് കേരളത്തിലെ ഒരു ഓപ്പണിംഗ് ആണ് ഞാൻ നോക്കി നടന്നിരുന്നത്. അപ്പോൾ കൊച്ചിയിൽ HCLൻ്റെ ഒരു പുതിയ ഡിവിഷൻ സ്റ്റാർട്ട് ചെയ്യാനായിട്ടുള്ള പ്ലാൻ ഉണ്ടായിരുന്നു. ഓക്കെ. സോ ദേ വർ ലുക്കിംഗ് ഫോർ ആൻ എക്സ്പീരിയൻസ്ഡ് സെയിൽസ് മാനേജർ. അങ്ങനെ ഐ ഗോട്ട് ദാറ്റ് ഓപ്പണിംഗ് ഹിയർ അറ്റ് കൊച്ചിൻ. ഐ കെയിം ബാക്ക് ടു കൊച്ചിൻ. ഞാനൊരു 2 വർഷം അവരോടൊപ്പം കൊച്ചിയിൽ വർക്ക് ചെയ്യും. അഗെയിൻ ആസ് എ ഡിവിഷണൽ മാനേജർ ഫോർ വൺ ഓഫ് ദ ഡിവിഷൻസ് ഓഫ് HCL. അന്ന് അവർ ഇലക്ട്രോണിക് കമ്പ്യൂട്ടേഴ്സ് വിൽക്കുന്ന ഒരു ഡിവിഷനായിരുന്നു. അവിടെ മൊത്തത്തിൽ എത്ര വർഷം ഉണ്ടായിരുന്നു സാറ്? അവിടെ 2 വർഷം വർക്ക് ചെയ്തു. 2 വർഷം. എന്നിട്ട് അതിനുശേഷം അവിടെ നിന്ന് ഇറങ്ങിയിട്ട് അവിടെ ഇരിക്കുമ്പോഴാണ് എനിക്ക് ഒരു ബിസിനസ് തുടങ്ങണം എന്നുള്ളൊരു ആശയം മനസ്സിലുദിച്ചത്. അതെങ്ങനെയാണ് സാർ ആ ഒരു ആശയം മനസ്സിൽ തോന്നിയത്? ഈ ഒരു ബിസിനസ് മെൻറ്റാലിറ്റി വരാനുണ്ടായിരുന്ന ഒരു റീസൺ എന്തായിരുന്നു? എൻ്റെ അപ്പാപ്പൻ നല്ലൊരു ബിസിനസ്മാനായിരുന്നു. അപ്പാപ്പൻ പണ്ട് കാലത്ത് പരിപ്പ് കച്ചവടം, ചെമ്മീൻ പരിപ്പ് കച്ചവടത്തിൽ, ഇപ്പോഴാണല്ലോ ചെമ്മീനൊക്കെ ഫ്രീസ് ചെയ്ത് ഫ്രോസൺ ഐറ്റംസ് ആയിട്ട് കയറ്റുമതി ചെയ്യുന്നു. അന്ന് ചെമ്മീൻ പരിപ്പായിട്ടാണ് കയറ്റുമതി ചെയ്യുന്നത്. ഓക്കെ. അപ്പം ചെമ്മീൻ പരിപ്പ് കയറ്റുമതി ചെയ്യുന്ന അങ്ങനെ ഒരു ബിസിനസ് നടത്തുന്ന, വലിയ ബിസിനസ് നടത്തുന്ന ഒരാളായിരുന്നു. ഓക്കെ. വൈപ്പിൻകരയിലെ തന്നെ ഏറ്റവും വലിയ ചെമ്മീൻ കെട്ട്, ഏതാണ്ട് 250 ഏക്കറോളം വരുന്ന ചെമ്മീൻ കെട്ടിൻ്റെ ഓണറായിരുന്നു എൻ്റെ അപ്പാപ്പൻ. അപ്പോൾ ഒരു നല്ല തികഞ്ഞ ബിസിനസ്മാനായിരുന്നു. വലിയ ബിസിനസ്മാനായിരുന്നു അപ്പാപ്പൻ. ഓക്കെ. അപ്പോൾ ആ ഒരു പാരമ്പര്യം ബ്ലഡിലുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും സ്വന്തമായ ഒരു ബിസിനസ് തുടങ്ങുക എന്നുള്ള ആഗ്രഹം മനസ്സിലുണ്ടായിരുന്നു.
ഓക്കെ. അങ്ങനെയാണ് ഞാൻ കേരളത്തിൽ വന്ന് ഒരു സുപ്രഭാതത്തിൽ ഈ HCL ജോലി ഞാൻ രാജിവെച്ചു. ആൻഡ് ദെൻ ഐ സ്റ്റാർട്ടഡ് എ ബിസിനസ്. ഓക്കെ. ഞാൻ അന്ന് കേരളത്തിൽ തുടങ്ങിയത് കേരളത്തിൽ ആരും ചെയ്യാത്തൊരു ബിസിനസ്സാണ്. എന്ത് ഫീൽഡായിരുന്നു അന്ന്? ഇന്ത്യയിൽ നമ്മുടെ ബിൽഡിംഗ് റൂൾസ്, പ്രത്യേകിച്ച് ബഹുനില കെട്ടിടങ്ങളുടെ മൾട്ടി സ്റ്റോറി ബിൽഡിങ്സിൻ്റെ ബിൽഡിംഗ് റൂൾസ് അമെൻഡ് ചെയ്ത് മൾട്ടി സ്റ്റോറി ബിൽഡിങ്ങിനകത്ത് ഫയർ പ്രൊട്ടക്ഷൻ സിസ്റ്റം ഇൻസ്റ്റാൾ ചെയ്യണം എന്നുള്ളത് കമ്പൽസറി ആക്കിയിട്ടുള്ള നിയമം. ആ നിയമം വരുന്നത് കേരളത്തിൽ, അത് നിയമമായിട്ട് വരുന്നത് 1988-ലാണ്, 1988. ആ ടൈമിൽ ഈ സിസ്റ്റം നാട്ടിലുണ്ട്. അന്നാണ് ഫയർ പ്രൊട്ടക്ഷൻ സിസ്റ്റംസ് കമ്പൽസറി ആയിട്ട് കേരളത്തിൽ, കേരള ബിൽഡിംഗ് റൂൾസിൽ അത് അമെൻഡ് ചെയ്ത് ഇൻക്ലൂഡ് ചെയ്ത് വരുന്നത്. ഓക്കെ. അപ്പം അന്ന് ആ കാലത്ത് കേരളത്തിൽ ആരും തന്നെ ഈ ഫയർ പ്രൊട്ടക്ഷൻ സിസ്റ്റം ഇൻസ്റ്റാൾ ചെയ്ത് പരിചയമുള്ളവർ ആരും തന്നെ കേരളത്തിലുണ്ടായിരുന്നില്ല. മാത്രമല്ല, അന്ന് ഫയർ പ്രൊട്ടക്ഷൻ സിസ്റ്റംസ് ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ അത് ഇൻസ്പെക്ട് ചെയ്യുന്നത് ഫയർഫോഴ്സ് വന്നിട്ടാണ്. അപ്പോൾ അതുകൊണ്ട് ഈ മേഖല, എങ്ങനെയാണ് ഒരു ഫയർ പ്രൊട്ടക്ഷൻ സിസ്റ്റം ഡിസൈൻ ചെയ്യുന്നത്, എങ്ങനെയാണ് അത് ഇൻസ്റ്റാൾ ചെയ്യുന്നത്, അത് വളരെ ഭംഗിയായി അറിയാവുന്നൊരു വ്യക്തിയായിരുന്നു ഞാൻ. അപ്പം സാറ് സ്റ്റാർട്ട് ചെയ്ത സമയത്ത് നമുക്ക് മറ്റ് കോമ്പറ്റേറ്റേഴ്സ് ഒന്നുമില്ല. പക്ഷേ സ്വാഭാവികമാണ്, നമ്മൾ മലയാളികളെന്ന് പറയുമ്പം ഒരു സംഭവം ആര് തുടങ്ങും അതിനെ കണ്ട് മറ്റൊരെണ്ണം തുടങ്ങാൻ വേണ്ടി കാത്തിരിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. സാറിൻ്റെ സാറിൻ്റെ ഈ സ്റ്റഡീസ് കിട്ടി ഇറങ്ങിയ ആൾക്കാരാണെങ്കിൽ പോലും ഇവരൊക്കെ മറ്റ് കമ്പനീസ് തുടങ്ങുമ്പോൾ സ്വാഭാവികം നമുക്കവിടെ ആസ് എ ബിസിനസ് നമുക്കൊരു കോമ്പറ്റീഷൻസ് കൂടെ വന്നുകൊണ്ടിരിക്കുകയാണ്. ആ ഒരു സമയത്തുള്ള കോമ്പറ്റീഷൻസ് ഒക്കെ സാർ എങ്ങനെയാണ് നോക്കിക്കണ്ടുകൊണ്ടിരുന്നത്? അന്ന് നോക്കി കണ്ടതാണോ അതോ ഇന്ന് നോക്കി കണ്ടതാണോ? ഇന്ന് പറയാനാണെങ്കിൽ നമുക്ക് ചുറ്റും നല്ല കോമ്പറ്റീഷൻ ഉണ്ട്. അപ്പം സ്വാഭാവികം നമുക്ക് ഇപ്പോഴത്തെ കാര്യം തന്നെ ചോദിക്കാം, ഇപ്പം സാർ അതിനെ എങ്ങനെയാണ് ഫേസ് ചെയ്യുന്ന ആ ഒരു കോമ്പറ്റീഷനുള്ള ഒരു ഫീൽഡ്? ഐ ആം വെരി ഹാപ്പി അബൌട്ട് ഇറ്റ്. കാരണം ഞാൻ വളരെ അഭിമാനത്തോടെ അത് പറയും. കാരണം ഇത്രയധികം കോപ്പി ചെയ്തിട്ടുള്ള ഒരാളുണ്ടാവും എന്ന് എനിക്ക് തോന്നുന്നില്ല. ഈ ഡിസൈൻ ഓഫ് ഫയർ പ്രൊട്ടക്ഷൻ സിസ്റ്റം, അത് എൻ്റെ കൂടെ അന്ന് വർക്ക് ചെയ്തിരുന്ന പലരും സ്വന്തമായിട്ട് തുടങ്ങി. ഓക്കെ. അതിനുശേഷം അവരെ കണ്ട് വേറെ പലരും തുടങ്ങി. ഞാൻ അതിനുശേഷം ഇന്ത്യയിൽ ആദ്യമായിട്ട്, കേരളത്തിലല്ല, ഇന്ത്യയിൽ ആദ്യമായിട്ട് സേഫ്റ്റി പഠന മേഖലയിൽ, ഫയർ സേഫ്റ്റി പഠന മേഖലയിൽ ഇന്ത്യയിൽ ആദ്യമായിട്ട് ഒരു ഡിപ്ലോമ കോഴ്സ്, ഡിപ്ലോമ ഇൻ ഫയർ സേഫ്റ്റി, അത് ഇന്ത്യയിൽ ആദ്യമായിട്ട് പ്രൈവറ്റ് സെക്ടറിൽ തുടങ്ങിയത് ഞാനാണ്. 1992 NIFE ബ്രാൻഡ്. NIFE പിന്നീട് വളർന്ന് പന്തലിച്ച് കേരളത്തിലും ഇന്ത്യയിലെമ്പാടും അറിയപ്പെടുന്ന വലിയൊരു വിദ്യാഭ്യാസ സ്ഥാപനമായി വളർന്നു. NIFE 1992 സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഇന്ത്യയിലെ ഒരു യൂണിവേഴ്സിറ്റിയിലും ഫയർ സേഫ്റ്റി പഠിപ്പിച്ചിരുന്നില്ല. തീർച്ചയായിട്ടും. ഇന്ത്യയിൽ പ്രൈവറ്റ് സെക്ടറിലൊക്കെ ഒരു പഠന കേന്ദ്രവും ഇന്ത്യയിലെങ്ങും ഉണ്ടായിരുന്നില്ല. ഇന്നിപ്പോൾ ഇന്ത്യയിലെ എല്ലാ യൂണിവേഴ്സിറ്റിയിലും ഫയർ ആൻഡ് സേഫ്റ്റി ഡിവിഷനുണ്ട്. ഇത് വളർന്ന് ഒരു 2002-2003 ആയി കഴിഞ്ഞപ്പോൾ ഏതാണ്ട് 110 ബ്രാഞ്ചസ് ഓൾ ഓവർ ഇന്ത്യ, close to around 1,000 staff working with it. Okay. അതിനിടയിൽ I started in 2002 one more course, again the first of its type in India. Lift technology. Elevators. അതും ഇന്ത്യയിൽ ആരും തന്നെ ആ മേഖലയിൽ ഒരു കോഴ്സ് നടത്തിയിരുന്നില്ല. ഇന്ത്യയിലെ ഒരു ITIയിലും പോളിടെക്നിക്കിലും അന്ന് ലിഫ്റ്റ് ടെക്നോളജി പഠിപ്പിച്ചിരുന്നില്ല. ഓക്കെ.
ഈ ഒരു 2019 അവസാന കാലഘട്ടത്തിലും കോവിഡ് എന്ന് പറഞ്ഞ മഹാമാരി വന്നിട്ടൊരുമിതി പേരുടെ ജീവിതത്തിലാണെങ്കിലും ബിസിനസ്സിലാണെങ്കിലും ഒരുപാട് മാറ്റം തന്നെ കൊണ്ടുവന്നായിരുന്നു. പക്ഷേ തീർച്ചയായിട്ടും സാറിന് ആ ഒരു കോവിഡ് സമയത്തും നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ കാരണം ഇത്രയും ആൾക്കാരുടെ പ്രാർത്ഥനകൾ മാത്രമായിരിക്കും. ഒരു സംശയവും വേണ്ട. കാരണം 2014 ശേഷം ഞാൻ ഒരുപാട് പരാജയങ്ങളും ഒരുപാട് പ്രശ്നങ്ങളും നേരിട്ട ഒരു ടൈം പീരീഡായിരുന്നു. ഞാൻ ആദ്യം സ്റ്റാർട്ട് ചെയ്ത ബിസിനസ് മൾട്ടിടെക് എന്ന് പറയുന്ന ഫയർ പ്രൊട്ടക്ഷൻ സിസ്റ്റം ഡിസൈൻ ആൻഡ് ഇൻസ്റ്റലേഷൻ. ഓക്കെ. അത് രണ്ടാമതും റീലോഞ്ച് ചെയ്തു സംവെയർ ഇൻ 2006 or 2007. ഓക്കെ. പക്ഷേ അതിൽ എനിക്ക് ഒരിക്കലും കോൺസെൻട്രേറ്റ് ചെയ്യാൻ സമയം കിട്ടിയിരുന്നില്ല. കാരണം 100-110 ബ്രാഞ്ചസ് NIFE പഠന കേന്ദ്രം ഉണ്ടായിരുന്നത് കൊണ്ട് അതെ, മൈ ഫോക്കസ് വാസ് മോസ്റ്റ്ലി ഓൺ ദ ട്രെയിനിങ് സെൻറ്റേഴ്സ്. സോ ദർ വാസ് ലോട്ട് ഓഫ് പ്രോബ്ലംസ് വിത്തിൻ ദാറ്റ് ഫോം. അങ്ങനെയാണ് നിങ്ങൾ ഈ കോവിഡ് പറഞ്ഞതുകൊണ്ടാണ് 2018 I again came back into educational field. ജോലിയുള്ള മേഖലകൾ കണ്ടെത്തും. എന്നിട്ട് അതിനോട് അതിനനുയോജ്യമായ ഒരു സിലബസ് തയ്യാറാക്കിയെടുത്താൽ മാത്രമേ ഇത്തരം കോഴ്സുകൾ വിജയിക്കത്തുള്ളൂ. യെസ്. ദാറ്റ്സ് ഇൻ ദ ഏരിയ ഓഫ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ. ഓക്കെ. അവിടെയാണ് നിങ്ങൾ ഈ പറഞ്ഞ കോവിഡ് എനിക്ക് വളരെ പ്ലസ് പോയിന്റ് ആയിട്ട് വന്നു. ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ, ഹോസ്പിറ്റലിനകത്തെ നോൺ ക്ലിനിക്കൽ നോൺ മെഡിക്കൽ ജോലി സാധ്യതകൾ. റിസപ്ഷനിസ്റ്റ്, നോട്ട് ജസ്റ്റ് ദ റിസപ്ഷനിസ്റ്റ്, ദർ ആർ ലോട്ട് ഓഫ് ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഇൻസൈഡ് എ മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ. ഓക്കെ. അപ്പോൾ ആ സമയത്ത് ഞാൻ ഇന്ത്യയിലെമ്പാട് അന്വേഷിച്ച് കഴിഞ്ഞപ്പോൾ കോഴ്സ് ഉണ്ട്, പക്ഷേ പോസ്റ്റ് ഗ്രാജുവേഷൻ പ്രോഗ്രാംസ് ആണുള്ളത്. MBA in healthcare management or MBA in hospital management. പക്ഷേ അത് പഠിച്ചതുകൊണ്ട് ഇത്തരം ഫ്ലോർ ഓറിയൻറ്റഡ് ജോബ്സ് ദാറ്റ് ഈസ് സൂപ്പർഫ്ലൂവസ്. അങ്ങനെയാണ് ഞാൻ ISST, ഇൻ്റർനാഷണൽ സ്കൂൾ ഓഫ് സ്കിൽ ഡെവലപ്മെൻറ്റ്, ഇത് വളരെ ഫേമസ് ആണ് അതെന്ന് കേരളത്തിൽ. ഓക്കെ. ISST സ്റ്റാർട്ട് ചെയ്യുന്നത് എൻ്റെ വൈഫിൻ്റെ പേര്, വൈഫ് അത് സജസ്റ്റ് ചെയ്തുകൊണ്ട് വൈഫിൻ്റെ പേരിലാണ് അത് സ്റ്റാർട്ട് ചെയ്തത്. ISST. ഷീ ഈസ് എ പ്രൊപ്രൈറ്റർ. ഓക്കെ. ബട്ട് ഐ ഗൈഡ് ഹെർ. അപ്പോൾ ISST വീണ്ടും കേരളത്തിൽ ഒരു വലിയ മാറ്റമാണ്. ഒരുപാട് പേർക്കാണ് ഈ കഴിഞ്ഞ 4-5 വർഷത്തിൽ ഈ മേഖലയിൽ, ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ മേഖലയിൽ, പ്രത്യേകിച്ച് സ്ത്രീകൾക്ക്, ഫീമെയിൽസിന് ജോലി കാണിച്ച് കൊടുത്തിട്ടുള്ളൂ. ഒരു വഴികാട്ടിയായി, വലിയൊരു വഴികാട്ടിയായിട്ട് മാറിയിരിക്കുകയാണ്. ഫസ്റ്റ് ഓഫ് ഇറ്റ്സ് ടൈപ്പ് ഇൻ ഇന്ത്യ, നൗ അഗെയിൻ കോപ്പീഡ് ബൈ hundreds of training institutes across Kerala and across India. കോപ്പി ചെയ്യുന്നതിൽ ഐ എം സോ ഹാപ്പി നൗ, ഐ എം സോ പ്രൗഡ് ഓഫ് ഇറ്റ്. റൈറ്റ്? തീർച്ചയായിട്ടും. അതുപോലെ തന്നെ ഞാൻ തുടങ്ങിയ മറ്റൊരു കോഴ്സ്, അത് 2021 തുടങ്ങിയത്. അതിൻ്റെ ഒരു ചെറിയ ഭാഗമായിട്ടുണ്ടായിരുന്നെങ്കിലും ആരും അതൊരു വലിയ കോഴ്സായിട്ട് നടത്തിയിരുന്നില്ല. വെയർ ഹൗസ് മാനേജ്മെൻറ്റ്. ഇപ്പം സാറിന് ഡയറക്റ്റ്ലി സ്റ്റാഫുകൾക്ക് ജോലിയായിട്ടല്ല കൊടുക്കുന്നത്, പക്ഷേ ഈ ജോലിക്ക് വേണ്ടിയിട്ടുള്ള ഒരു എഡ്യൂക്കേഷനാണ് കൊടുക്കുന്നത്. ഇപ്പം നമ്മുടെ APJ അബ്ദുൽ കലാം സാർ പോലും പറയുന്നുണ്ട്, എഡ്യൂക്കേഷനാണ് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു തിങ് ഇൻ ദ വേൾഡ് എന്ന്. മനസ്സിലായില്ല? അപ്പോൾ അത് കൊടുക്കാൻ സാധിക്കുന്നെന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും അതിൽ പരം മറ്റൊരു എന്താ പറയുക, നോട്ടിനെയും കാട്ടി വാല്യൂ ഉള്ള ഒരു സംഭവമാണ് ബുക്ക് എന്നുള്ളത്. അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ മതി. അതാണ് എനിക്കുള്ള സംതൃപ്തിയും. It's not because it's a business and not in the money I get. More important is എത്രയോ പേർക്കാണ് എന്നിലൂടെ ജോലി ലഭിച്ചിട്ടുള്ളത്. യെസ്. അവിടെയാണ് എനിക്ക് ഏറ്റവും അധികം സംതൃപ്തി കിട്ടുന്നത്. When I see my students who have come up in life. കേരളത്തിൻ്റെ, നിങ്ങൾ കേരളത്തിലെ ഏതൊരു വില്ലേജ് എടുത്തോളൂ, അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഒരു വിദ്യാർത്ഥിയെങ്കിലും നിങ്ങൾ കാണും ഇവിടെ നിന്ന് ഐദർ ഫ്രം ഓൾഡ് NIFE ഓർ ഫ്രം ദ കറണ്ട് ISST പഠിച്ചിറങ്ങി ജോലി ലഭിച്ച അത്തരം വിദ്യാർത്ഥികളെ കാണാത്ത വില്ലേജസ് കേരളത്തിലുണ്ടാവില്ല. Okay. That is the height of my satisfaction. And main thanks to Mr. Appachan.
ഒരു സംശയവും തീർച്ചയായിട്ടും വേണ്ട. കാര്യം വേറെ. ഒരു സംശയവും അന്നൊരു വേണ്ട. പക്ഷേ അദ്ദേഹം വീട്ടിൽ നിന്ന് അതുകൊണ്ടാണ് ഇറങ്ങിയിട്ടില്ലായിരുന്നെങ്കിൽ അതുകൊണ്ടാണ് ഞാൻ വളർന്നു കഴിഞ്ഞപ്പോൾ NIFE നന്നായി നടന്നുകൊണ്ടിരുന്ന സമയത്ത് NIFE ഈ ഒരു അവാർഡ് ഫങ്ഷൻ നടത്തുമായിരുന്നു. ഇറ്റ് വാസ് ഇൻ ദ നെയിം ഓഫ് മൈ ഫാദർ. വർക്കി മാസ്റ്റർ മെമ്മോറിയൽ അവാർഡ് ഫോർ ദ ബെസ്റ്റ് ഹെഡ് മാസ്റ്റർ ഓഫ് കേരള. അത് അപ്പച്ചൻ്റെ ഓർമ്മയ്ക്കാണ്. അത് കാരണം ഇതാണ്, എനിക്കൊരു വഴികാട്ടിയായിട്ട് മാറിയത്. വഴികാട്ടിയല്ല, എനിക്കൊരു വഴി തിരിച്ചു തന്നത് അപ്പച്ചനായിട്ട്. അമ്മച്ചിയുടെ പേര് ഉർസല വർക്കി. താങ്ക് യു സർ, താങ്ക് യു സോ മച്ച്. സാർ ആഗ്രഹിച്ച പോലെ സാറിൻ്റെ വരുന്ന ഫ്യൂച്ചർ വിഷനും ഫ്യൂച്ചർ വെഞ്ചേഴ്സിനും എല്ലാത്തിനും കർത്താവ് കൂടെ നിൽക്കട്ടെ എന്ന് ഞാനും പ്രാർത്ഥിക്കുകയാണ്. എന്നാലും താങ്ക് യു സർ, താങ്ക് യു സോ മച്ച്.